എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തനി നാടൻ തേങ്ങ അരച്ച ചാളക്കറിയാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ നിത്യവും ചാളക്കറിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഇതുപോലൊരു ഗ്രേവി തയ്യാറാക്കി ഇതുവരെയും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ ഒരു രീതിയിൽ നാളികേരക്കൂട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും നമ്മുടെ കറിക്കുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചാളക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി നാളികേരം, 3 പച്ചമുളക്, 12 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചാളക്കറി ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ടൊരു പാനാണ് ആദ്യം അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി ഈ പാനിലേക്ക് 1 ടീസ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉലുവ കൂടെ ചേർക്കാം. ഉലുവയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഇഞ്ചി, ഉലുവയും ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളി ചേർക്കാം. ഉള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കണം. കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും, എടുത്തിട്ടുള്ള വറ്റൽമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. വഴറ്റുന്ന ചേരുവകളെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മുരിയിച്ചെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. നിങ്ങളുടെ കൈവശം മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ ഈ ഒരു സമയത്തായിരിക്കണം മുളക് പൊടി ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തിരുമ്മിയെടുത്തിട്ടുള്ള നാളികേരം കൂടി ചേർക്കാം. ഇനി നാളികേരം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ 1 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഒന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നാളികേരത്തിൽ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. 1 മിനിറ്റ് നേരം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചുകൂടെ എടുക്കാം. ചൂടാറി വന്ന നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഒരു കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചാറിന്റെ കട്ടി അനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. കറി തിളക്കുന്നത് വരെയും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കറി പിരിയാതെ തന്നെ നമുക്ക് കറി തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറി തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ തവി ഇതുപോലെ ഒന്ന് വട്ടം വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കറി തിളച്ച് പുറത്തേക്ക് തൂവാതിരിക്കാനും വേണ്ടി. അതിനുശേഷം കറിക്ക് ആവശ്യമായ കല്ലുപ്പ് ചേർക്കാം. അതിനുശേഷം കറിക്ക് ആവശ്യമായ കുടംപുളി കൂടെ ചേർക്കാം. ഞാനിവിടെ പച്ച കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. പച്ചക്കുടംപുളി ചേർക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. പുളി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുവാണ്. ഇനി നമ്മുടെ കറി നല്ലപോലെ വെട്ടിത്തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന പാകമായി കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ 25 ചാള ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ തീയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കറി ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന മീൻ കൂടെ ചേർക്കാം. മീനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം. സിമ്മിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ചാണ് കറി ഒന്ന് വേവിച്ചെടുക്കേണ്ടതും. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻകറി നല്ലതുപോലെ വറ്റി കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർക്കണം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 5 കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. കൊച്ചുള്ളി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. വഴണ്ടു വരുന്ന കൊച്ചുള്ളിയിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. താളിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. താളിപ്പ് ചെയ്തെടുക്കുമ്പോൾ കരിയാതെ വേണം ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോൾ വറവെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടതും. താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. കറി നല്ലതുപോലെ തണുത്തതിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ
കറി നല്ല പോലെ എണ്ണ എല്ലാം തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എന്റെ കൂട്ടുകാരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ ഇതുപോലെ മീൻകറികളൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇതുപോലൊരു മസാല തയ്യാറാക്കി കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.